ഹായ് നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മണ്ണില്ലാത്ത കൃഷി രീതി, അതായത് അക്വാപോണിക്സ്. പുതിയ പരിപാടിയൊന്നുമല്ല, പഴയ പരിപാടി തന്നെയാണ്. അപ്പോൾ പണ്ടുള്ള അക്വാപോണിക്സ് രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ളൊരു ഇതാണ്. പണ്ട് മുകളിൽ കൂടെ ആയിരുന്നു വെള്ളം ചട്ടിയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ താഴെ സൈഡിൽ കൂടെ ഹോളിട്ട് മുകൾക്ക് ചട്ടിയിലേക്ക് വെള്ളം കയറ്റുന്നൊരു ഇതാണ്. നമ്മളെ തൃശ്ശൂരിലെ റഷീദ് എന്ന ഒരാൾ കണ്ടുപിടിച്ച പരിപാടിയാണ്. പണ്ടത്തെ രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് പുള്ളിൻ്റെ ഒരു ഐഡിയക്ക് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിന് ചെറിയൊരു സമയസ്റ്റിൽ പമ്പ് വേണം, ഒരു ടൈമർ വേണം, പിന്നെ ഒരു ടാങ്ക് ഉണ്ടാക്കുക. അതിൽ കുറച്ച് മത്സ്യങ്ങളുടെ എല്ലാം ഒരേ ലെവൽ ടാങ്കിൻ്റെ ടോപ്പ് ലെവലായിരിക്കണം. പിന്നെ നിരത്തി ചട്ടികൾ വെച്ച് പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് സമയസ്റ്റിൽ പമ്പുമായിട്ട് കണക്ട് ചെയ്ത് വെള്ളം ഈ ചട്ടിയിലേക്ക് പമ്പ് ചെയ്ത് കയറ്റി അതേമാതിരി സെയിം പമ്പിലൂടെ തന്നെ റിലീസായിട്ട് പോവുകയും ചെയ്യത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി കൂടെ അങ്ങനെ മത്സ്യമിട്ടുകാണ്ട് മത്സ്യത്തിന് തീറ്റ കൊടുത്ത് ആ വെള്ളം പമ്പ് ചെയ്ത് മെറ്റലിലേക്ക് കയറ്റി അങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. അതായത് മണ്ണില്ലാത്തൊരു കൃഷി രീതിയാണ്. അപ്പോൾ ഇത് ഈസിയാണ്, സംഭവം ഈസിയാണ്. ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നാലും വലിയൊരു മുതൽ മുടക്കില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. പിന്നെ അതിൽ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കിയാണ്ട് അങ്ങനെ പോകാൻ പറ്റും. നല്ല രീതിയിൽ കായിക ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാനത് കണ്ട് പരീക്ഷിച്ച് നോക്കിയതാണ്. സംഭവം വിജയിച്ചു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. സൂപ്പറായിട്ടിട്ട് തക്കാളി, പച്ചമുളക്, ഇങ്ങനത്തെ ഐറ്റംസ്, കുക്കുംബർ ഒക്കെ എല്ലാം ഇട്ട് നോക്കുമ്പോൾ അതെല്ലാം ഓക്കെയാണ്, സക്സസ് ആണ്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കുക. നല്ല മീനിനെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് പിടിച്ച് നമുക്ക് തന്നെ കഴിക്കാനും പറ്റുന്ന ഒരു രീതിയൊക്കെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ടൈമറും ഒരു ചെറിയ സമയത്തിൽ പമ്പും ഉണ്ടായാൽ മതി. എന്നാൽ പിന്നെ മീനിന് 4 നേരം ഫുഡ് ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ അതിലിട്ട് വിയറ്റ്നാം ബ്രാലാണ് ഇട്ടുള്ളത്. അപ്പോൾ അതിന് തീറ്റിട്ട് കൊടുത്താൽ എയറേഷൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം മറ്റേ മീനിൻ്റെ പോലെ ഇത് നല്ല പെട്ടെന്ന് വളരും ചെയ്യും. 6 മന്ത് കൊണ്ടൊക്കെ നല്ലൊരു 1/4 കിലോത്തിലേക്ക് വരുന്ന ഒരു മീനുമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടുന്ന പച്ചക്കറിയാണ്. കുറഞ്ഞ മീനിട്ടാൽ മതി. ഞാൻ അപ്പോൾ ഒരു 19, 25 മീനിട്ടിട്ട് 26 മീനിട്ടു. നല്ല രീതിയിൽ പച്ചക്കറികളും ഉണ്ടാകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ വെച്ചിട്ട് 2-3 മാസം ആവുന്നേ ഉള്ളൂ, 2.5 മാസം 3 മാസം ആവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ ഇപ്പോൾ പച്ചക്കറികൾ ഉണ്ടാവുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കുകയാണ്, വിജയിക്കുമെന്ന്. അപ്പോൾ അത് വിജയിച്ചു, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഉഷാറായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി, എന്തായാലും വിജയിക്കും. വലിയൊരു പ്രശ്നമൊന്നുമില്ല. അവനവൻ്റെ വീട് മുറ്റത്ത് ഉണ്ടാക്കിയാൽ മതി, വേറൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. എപ്പോഴും കാണുകയും ചെയ്യാം. വലിയ ഒരു മുതൽ മുടക്കൊന്നുമില്ല. ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെയാണ് എന്നെങ്കിൽ നമുക്ക് ഇത് വലിയൊരു ഇതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ള പച്ചക്കറികളും മത്സ്യങ്ങളും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്.